ഇന്നത്തെ മീറ്റിങ്ങിലൊരു സംഗതി എന്താണ്? നമ്മുടെ ആവശ്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും അനുകൂലമായിട്ട് പ്രതികരണം ഉണ്ടോ? ഞങ്ങളിന്ന് എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് ഇന്ന് ഹോം മിനിസ്റ്ററിനെ കണ്ടത്. ഇന്ത്യയിലെ എല്ലാ ഡിനോമിനേഷനുകളെ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളെ റെപ്രസെൻറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ്. ഞങ്ങൾ 16 പേരാണ് ഓണറബിൾ ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷായെ കണ്ട് ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്രിസ്ത്യൻ സഭയ്ക്ക് കമ്മ്യൂണിറ്റികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അത് പോസിറ്റീവായിട്ട് എടുക്കണമെന്നും അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം ശ്രീ അമിത് ഷാ ജി നമ്മളെ കേട്ടു. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു ഞങ്ങളുമായിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണല്ലോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. കഴിഞ്ഞ തവണ കൂടിക്കാഴ്ച നടത്തിയപ്പം പല അവ്യക്തതകൾ നമ്മുടെ ഭാഗത്തടക്കം നേരത്തെ കേട്ടിരുന്നു. പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ കുറച്ചും കൂടി ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഉള്ളൊരു വാദം അവരുടെ ഭാഗം. അപ്പം പിന്നെ ഇത് പുതുതായിട്ട് എന്താണ് അവർ പറഞ്ഞത്? അദ്ദേഹം ഇന്നും അത് റിപ്പീറ്റ് ചെയ്തു. പക്ഷെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ആ ബില്ല് തന്നെ മാറ്റാനായിട്ട് ഈ ഗവൺമെൻറ് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2010 ആർട്ടിക്കിൾ 15 അത് തന്നെ മാറ്റാനായിട്ട് ഈ ഗവൺമെൻറ് പരിശ്രമിക്കണം. ഒരു ജനോപകാരപ്രദമായ രീതിയിൽ ഈ ബില്ലിനെ മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 12-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതി ബില്ല് വരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത്തരം ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അതേപ്പറ്റിയൊന്നും നമ്മളോട് സംസാരിച്ചിട്ടില്ല. എന്നാണ് ബില്ല് അവതരിപ്പിക്കുന്നു എങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല. ചില വാർത്തകൾ വരുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മറ്റ് ചില വ്യവസ്ഥകളിൽ ഇളവ് വന്നേക്കാം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണം? അങ്ങനെ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. അദ്ദേഹം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു. അത് നിയമത്തിന്, അതായത് നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമത്തിനെതിരായിട്ട് ഉള്ളതാണെന്നുള്ള അതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഈ ബില്ല് പഴയ രൂപത്തിലാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും CBSE നിലപാട്? കാരണം ഇത്രയും കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ സഭയ്ക്ക്? ബില്ല് വരുന്നത് വരെ നമുക്കൊന്നും അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. ബില്ല് വന്നു കഴിഞ്ഞ് ആണ് നമുക്ക് അത് ഏത് തരത്തിലായിരിക്കും എങ്ങനെയായിരിക്കും, അപ്പം ആ ബില്ല് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ അന്നേരം നിലപാടുകൾ എടുക്കും. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അടക്കം പല കാര്യങ്ങളിലും ശക്തമായ വിയോജിപ്പുകൾ ഇതിനോടകം തന്നെ സഭ അറിയിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പം വ്യവസ്ഥകളിൽ ഇളവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ബില്ല് വരാണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പാർലമെൻറ്റിൽ അവരെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെൻറ്റേറിയൻസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷത്തെ നമുക്ക് വേണ്ടി ജനത്തിനു വേണ്ടി വാദിക്കേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട MP-മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എല്ലാത്തിനെയും ആശ്രയിച്ചായിരിക്കും ഈ ബില്ല് മുന്നോട്ട് പോകുക എന്നുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉറപ്പും തന്നിട്ടില്ല. ഇപ്പം ഒരു പക്ഷേ ബില്ല് വരുന്നതിന് മുന്നേ 12-ാം തീയതി ബില്ല് വരുന്നു, പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സ്ഥിരീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കാം ഇത്. ഇനി ചർച്ചയിലേക്കായിരിക്കും പാർലമെൻറ്റിൽ പോകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് പ്രതിപക്ഷ MP-മാരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ CBSEക്ക് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ MP-മാരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് ജനോപദ്രവപരമായിട്ടുള്ള ഈ ഡ്രക്കോണിയൻ നിയമത്തെ അത് പാസ്സാക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ ഈ നിയമം കൊണ്ടുവരാമെന്നുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അതായത് ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബില്ല് കൊണ്ടുവരാനായിട്ട് ഈ പ്രതിപക്ഷ MP-മാർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. മേഘാലയ, മിസോറാം മുഖ്യമന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കത്തോലിക്ക സഭയുടെ നിർദ്ദേശപ്രകാരമാണോ അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരമാണോ? അല്ല, ഒരിക്കലും അല്ല. അവരൊക്കെ ഓരോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. മേഘാലയ ചീഫ് മിനിസ്റ്റർ ഒരു കത്തോലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ നിലയിൽ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ഇടപെടുന്നു. അതുപോലെ മിസോറാമിലെയും ചീഫ് മിനിസ്റ്റർ
ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷൻപ്പെട്ട ആളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം ആ ലെവലിൽ ഇടപെടുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച് ഒന്നുമല്ല. ഒരു കാര്യം, US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ വന്നപ്പോൾ ആദ്യം മിഷണറീസ് ഓഫ് ചാരിറ്റി സന്ദർശിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു US കോൺഗ്രസ് അംഗം ഈ FCRIയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുമെന്ന് പറഞ്ഞത്, ഇതൊക്കെ രാജ്യത്ത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന് CBSIക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്. നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടപെടലുകളൊക്കെ നമ്മളെ എത്രമാത്രം സഹായിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഉപദ്രവിക്കാനേ വഴിവെക്കുകയുള്ളൂ. അതെനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഉപദ്രവിക്കുകയാണോ ഉപകാരമാണോ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവരുടെ കൺസേൺ കൊണ്ട് ആയിരിക്കാം. പക്ഷെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതായിരുന്നു. ഓക്കെ.